എന്തിനാ ഈ സുവിശേഷം? ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, സുവിശേഷം എന്തിനാന്ന് പറഞ്ഞാൽ ആമശോത്വം രക്ഷയ്ക്കായിട്ട് ദൈവശക്തിയാന്ന 1:16 റോമർ. അറിവുള്ള വാക്യമാ, എങ്കിലും ഒന്ന് വായിച്ചു. 1:16 പെട്ടെന്ന് വായിച്ചു. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും ഇത് രക്ഷയ്ക്കായിട്ട് ദൈവശക്തിയാ. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ സുവിശേഷം എന്തിനാ? ഇത് രക്ഷയ്ക്കായി ദൈവശക്തിയാ. ഇത് രക്ഷയുടെ മാർഗമാണ്. രക്ഷിക്കപ്പെടാനാ, രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി, ഒരേ ഒരു വാതിൽ, ഒറ്റ മാർഗം, അത് സുവിശേഷം. അതെന്തുവാ സുവിശേഷം? സുവിശേഷം നസറയനാകുന്ന യേശു ക്രിസ്തു. ഈ സുവിശേഷത്തിന് ഒത്തിരി വിശേഷതയുണ്ട് കേട്ടോ. സുവിശേഷത്തിന്റെ വിശേഷത അതെല്ലാം എല്ലാം കൂടെ എടുത്ത വാക്യം ഇതും എല്ലാം കൂടെ ഒക്കത്തില്ല. അതിനിടയ്ക്ക് 2 ശീലം പാട്ടും ഒക്കെ പാടും. ഇവരാണ് നല്ല താളക്കണക്കിന് നിൽക്കുക. എനിക്കാണെങ്കിൽ ഞങ്ങൾക്ക് പാടാൻ തന്നെ തോന്നുക. അപ്പൊ നിങ്ങൾ പറയും, ഇയാളെ പാടാനല്ലല്ലോ വിളിച്ച, പാടാൻ ലാലും ഉണ്ടല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ സുവിശേഷത്തിന്റെ വിശേഷത ഒരു കാര്യം പറഞ്ഞു. ഒത്തിരി ഉണ്ട്. ഒരു കാര്യം, ഈ സുവിശേഷത്തിന് കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം ഇങ്ങനെ, സമാധാന സുവിശേഷം. അതാ എങ്ങനെ? അറിവുള്ള വാക്യം 6:14 ഏതാറാന്നായിരിക്കും. മൂവാറ്റുപുഴ 6 പമ്പ 6 എഫേസ്യ ലേഖനം 6-ാം അധ്യായം. 6 പലതുണ്ടല്ലോ. പെട്ടെന്ന് വായിച്ചോ ലവലിമാമേ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ. അത് കുഴപ്പമില്ല. 6:14 മുതലൊന്ന് വായിച്ചു. 15 നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ട് ഇത് നമ്മുടെ രക്ഷാ വസ്ത്രങ്ങളൊക്കെയാ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ട് നീതി എന്ന കവചം ധരിച്ച് സമാധാന സുവിശേഷം. അപ്പൊ ഈ സുവിശേഷത്തിന്റെ വിശേഷത ഇത് അലോഗ്യം ഉണ്ടാക്കുന്നതല്ലെന്ന്. സുവിശേഷം കൊണ്ട് മാത്രമേ സമാധാനമുള്ളൂ. സുവിശേഷത്താൽ മാത്രമേ സമാധാനമുള്ളൂ. സുവിശേഷം സമാധാനം തരുന്ന മാർഗമാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഈ മൈക്ക് കൊടുത്ത് അവർ ഇങ്ങനെ എഴുന്നേറ്റ് പറയും, ഒരു കാലത്ത് ഞങ്ങൾക്ക് സമാധാനവും സ്വസ്ഥതയില്ലായിരുന്നവരാ, എന്നാൽ യേശു സുവിശേഷം ഞങ്ങളുടെ ഉള്ളത്തിലേക്ക് വന്നു, യേശു ഞങ്ങളുടെ ഭവനത്തിൽ വന്നു, യേശു ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു, ഇന്ന് ഞങ്ങൾക്ക് സമാധാനമാണ്. സമാധാനമില്ല ഭൂമിയിൽ അല്ലെങ്കിലും അനുദിനം. വരി മറന്നു പോയി. ഞാനും പാടിക്കേ. പടർന്നുകയായി ധരണിതൻ ഓ സമാധാനമില്ല നൂതിന നിലവിളി പടർന്നു ഓ ദൈവത്തിൻ ഗീതങ്ങൾക്കാനന്ദം ധരണിയിൽ ക്ലേശിപ്പാൻ ഓ ദൈവത്തിൻ ഗീതങ്ങൾ കാതുകൾ കേട്ടിടറ ദൈവദൂതർ പൊന്നീണകൾ വീട്ടിടാറായി ദൈവത്തെ മഹത്വപ്പെട്ടത്. അപ്പൊ ഈ സുവിശേഷത്തിന്റെ വിശേഷത ഇത് സമാധാനം ഉണ്ടാക്കുന്ന മാർഗമാണ്. ഒരു കാലത്ത് മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കും ഒക്കെ അടിമപ്പെട്ട് വീട്ടുകാർക്കും നാട്ടുകാർക്കും ദേശക്കാർക്കും എന്ന് വേണ്ട ആർക്കും സ്വസ്ഥത കൊടുക്കാതെ സമാധാനം കൊടുക്കാതെ അത് വളരെ ബുദ്ധിമുട്ടിയ എത്ര വ്യക്തികൾ, എത്ര കുടുംബങ്ങൾ സുവിശേഷത്താൽ സമാധാനം പ്രാപിച്ചു. ഈ സുവിശേഷം സമാധാനം തരുന്ന മാർഗമാണ്. സുവിശേഷം കൊണ്ട് മാത്രമേ സമാധാനമുള്ളൂ. സുവിശേഷം എത്തട്ടെ, അവിടെ സമാധാനമാണ്. ഒരു വീട്ടിൽ വന്നേ അലോഗ്യമെല്ലാം മാറും സുവിശേഷം വന്ന. ഒരു ദേശത്ത് സുവിശേഷം ഉയർത്തട്ടെ, ദേശത്തിന് സമാധാനമാണ്. അടിപിടിയും കത്തിക്കൂത്തും കൊലപാതകവും ദുഷ്പ്രവൃത്തികളും അതെല്ലാം മാറ്റും. സുവിശേഷം കൊണ്ട് മാത്രമേ ഒക്കൂ. അപ്പോൾ ഈ സുവിശേഷത്തിന്റെ വിശേഷത ഇത് സമാധാനം തരുന്ന മാർഗമാണ്. അപ്പൊ എന്താണ് സുവിശേഷം? അത് യേശു ക്രിസ്തു. ആ സുവിശേഷത്തിന്റെ വിശേഷത ഇത് സമാധാനം തരുന്നതാണ്. ദൈവത്തിന്റെ മഹത്വം. ഈ സുവിശേഷം ഇന്ന് രാത്രി ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുക. ആരൊക്കെ ഏറ്റെടുക്കും അവർക്കെല്ലാം അനുഗ്രഹമാണ്. ആരായി സുവിശേഷം കേൾക്കേണ്ട? എല്ലാവരും കേൾക്കണം. 49-ാം സങ്കീർത്തനത്തിലും ആമേൻ സ്തോത്രം ശിയാപ്രവചനമൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ സകല ജാതികളും ഇത് കേൾക്കണം. എല്ലാവരും കേൾക്കാൻ കൊള്ളാവുന്ന കാര്യമായി സുവിശേഷം. എല്ലാവർക്കും ഇരുന്ന് ഒന്നിച്ചിരുന്ന് കേൾക്കാം. മറ്റു കാര്യങ്ങൾ എല്ലാവർക്കും ഒന്നിച്ചിരുന്ന്
കേൾക്കാനൊക്കത്തില്ല. അതില്ലേ പറഞ്ഞ എന്തുവാടാ മൂത്തൊരു പറയുന്നില്ല കീഴെ കയറിയിരിക്കുന്നത്, എന്നാ കേൾക്കാനാ? മൂത്തൊരു പറയുന്നതല്ല അത്രയാ. കൊച്ചുങ്ങൾ കേൾക്കാൻ പാടില്ലാതെ കേട്ടിട്ടില്ല അങ്ങനെ പറഞ്ഞു. അല്ല, ഞങ്ങളെ പാസ്റ്റർമാരും പറയാം, എന്തുവാ ബ്രദറെ ഞങ്ങളൊരു കാര്യം പറയട്ടെ, ബ്രദർ അങ്ങോട്ടൊന്ന്. അപ്പം ബ്രദറിന് കേൾക്കാൻ മേലാത്ത ഞങ്ങൾ ഇരുന്ന് ഒപ്പിക്കുന്നത്. അതെ, ആണെന്ന്. സഹോദരി ഒന്നും മാറുന്ന ഞാനൊരു കാര്യം പറയട്ടെ, അതെല്ലാം കേൾക്കാൻ പറ്റാത്തതാണ്. ഒന്നെങ്കിൽ കേൾക്കാൻ പറ്റാത്തല്ലേ, കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര കോലാഹലം. എന്നാ സുവിശേഷം ആർക്കും കേൾക്കാം, എല്ലാവർക്കും കേൾക്കാം. നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കുക, ഞാൻ സുവിശേഷം പറയട്ടെ നിന്ന് വരെ ഉപദേശിച്ച് പറഞ്ഞിട്ടില്ല. സ്തോത്രം. കേട്ടവർക്കും കേൾക്കാം, എല്ലാവർക്കും കേൾക്കാൻ കൊള്ളാവുന്ന നല്ല വാർത്തയാ സുവിശേഷം. ഇത് സമാധാനമാണ്. ദൈവത്തിന്റെ മഹത്വം. മനുഷ്യന് സമാധാനമില്ലല്ലോ, അതിനല്ലേ മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ ഒക്കെ പുറകെ പോകുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, സമാധാനം തരുന്ന മാർഗമാണ് സുവിശേഷം. ഇത് ആര് കേൾക്കണം? എല്ലാവരും കേൾക്കണം. കേട്ടാൽ ഒത്തിരി ഗുണമുണ്ട്, കേട്ടാൽ ഒത്തിരി ഗുണങ്ങളാണ്. ദൈവത്തിന്റെ മഹത്വം. ആ ഭാഗത്തേക്ക് എല്ലാം ഒന്നും ഇപ്പൊ പോകുന്നില്ല. ദൈവത്തിന്റെ മഹത്വം. സുവിശേഷം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഇരുട്ട് നീങ്ങിപ്പോകും. ഇരുട്ട് മാറ്റുന്ന മാർഗമാണ് സുവിശേഷം. ഒക്കെന്നെങ്കിൽ ഞാൻ ആ ഭാഗത്തേക്ക് പിന്നെ വരാം. എടുത്ത വാക്യത്തോട് കൂറ് പുലർത്തണമല്ലോ. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, യൂദ ചത്തുപോയി. യേശു അന്ത്യകൽപ്പന കൊടുത്ത സ്വർഗത്തിലേക്കും പോയി. ആ പോകുന്ന പോക്കിൽ ശിഷ്യന്മാരിങ്ങനെ നോക്കി നിൽക്കുക. യേശു മേളിലോട്ട് പോകുന്നത് എന്തോ നല്ല അന്തരീക്ഷം, അതൊക്കെ കണ്ടത് തന്നെ വലിയ ഭാഗ്യം. മേളിലോട്ട് ഇങ്ങനെ പോകുമ്പോ കണ്ണ് വെട്ടിക്കാതെ ഇമ വെട്ടിക്കാതെ ശിഷ്യന്മാര് നോക്കി നിൽക്കുക. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു മേഘം വന്ന് മൂടി അവിടുത്തെ മറച്ചു. അവിടുന്ന് അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞിട്ടും കണ്ണ് വെട്ടിക്കാതെ നോക്കി നിൽക്കുക. അപ്പൊ രണ്ട് ദൂതന്മാര് വെള്ളവസ്ത്രം ധരിച്ചെന്ന്. വെള്ളവസ്ത്രത്തിന് പ്രാധാന്യം ഉള്ളത് കൊണ്ട് അങ്ങനെ. പിന്നെ തുണി കൊടുത്ത രണ്ട് ദൂതന്മാരെന്ന് പറഞ്ഞാണ്. വെള്ളയ്ക്ക് പ്രാധാന്യം ഇല്ലെങ്കിലേ മനസ്സിലായില്ലേ? തുണി കൊടുത്ത രണ്ട് ദൂതന്മാര് അങ്ങനെ പറഞ്ഞത്. വെള്ളവസ്ത്രം ധരിച്ചു, അങ്ങനല്ലേ വായിച്ചേ ലവ്ലിമാമേ? നന്നായിട്ട് വായിക്കുന്നുണ്ട്. എവിടെ വീട്? പാഷയുടെ ഭാര്യ വല്ലതും ആണോ? ആകേണ്ടതായിരുന്നു. ചായനുമായിട്ട് ഇനി ആരോഗ്യം ഉണ്ടാക്കരുത്. അല്ല, വന്നിട്ടുണ്ടോ കക്ഷി? പുള്ളി ശല്യമില്ല, അതുകൊണ്ടാണല്ലോ ഇരുത്തി വായിപ്പിക്കുന്നത്. ദൈവം അനുകരിക്കട്ടെ. അച്ഛൻ ഇങ്ങനെ തന്നെ കിട്ടിയത് നന്നായി. വായിച്ചോ. അവർ ആകാശത്തേക്ക് ഉറ്റു നോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച വെള്ളയ്ക്ക് പ്രാധാന്യം ഉള്ളത് കൊണ്ടാ. എന്തുവാ നിങ്ങൾ രണ്ടുകൂടെ പറഞ്ഞേ? എന്തോ പറഞ്ഞു? അമ്മ പറഞ്ഞല്ലോ, പറയാൻ പറ്റുന്ന അല്ലല്ലോ എല്ലാരും. അതാ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വെള്ളവസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ. വെള്ളയ്ക്ക് പ്രാധാന്യമുള്ളത് കൊണ്ടാണ് അങ്ങനെ എഴുതിയേക്കുന്നത്. ഞാൻ ദൈവമക്കളോടൊക്കെ കർക്കശമായി പറയും, നിങ്ങളാരും ഇഷ്ടപ്പെടുകയില്ല, എനിക്കാരും ഇഷ്ടപ്പെടുന്നതെന്നും എനിക്ക് വിഷയമല്ല. കുറഞ്ഞ പക്ഷം സഭായുഗത്തിനെങ്കിലും വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് വരുന്നത് ആ യോഗ്യത. കുറഞ്ഞ പക്ഷം സഭായുഗത്തിനെങ്കിലും. അതിന് പല കാര്യമുണ്ട്. ഇപ്പൊ എല്ലാം അതല്ലല്ലോ വിഷയം. വെളിപ്പാട് പുസ്തകം മുഴുവൻ പഠിച്ചാൽ വെള്ള നിലയെങ്കി ധരിച്ച്, സിംഹാസനത്തിരിക്കുന്നത് വെള്ള നിലയെങ്കി ധരിച്ചു. ഇവരെല്ലാം എവിടെ നിന്ന് കയറി വരുന്നു? കയ്യ കുരുത്തോല് വെള്ള നിലയെങ്കി. ജയിക്കുന്നവന് വെള്ള ഉടുപ്പ് കൊടുക്കും. അവർ യോഗ്യന്മാരാകാൻ വെള്ള ധരിച്ച് എത്ര വാക്യങ്ങളാ കിടക്കുന്നത്. മാത്രമാണോ അവിടുന്ന് ആ മലയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഭൂമിയിൽ ഒരലക്കുകാരനും അലക്ക് വെളുപ്പിക്കാൻ കഴിയാത്തതുപോലെ. സ്തോത്രം. മാത്രം ഒത്തിരി വാക്യങ്ങളുണ്ട്, ഒത്തിരി ഉണ്ട്. ഇനിയും മഹത്വപ്രത്യക്ഷതയിൽ ഇങ്ങോട്ട് വരുമ്പോൾ വെള്ളക്കുതിരപ്പുറത്താ വരുന്നത്. അത് കൂടെയുള്ളവരും വെള്ളക്കുതിരപ്പുറത്താ. മൊത്തം വെള്ളയാ. ഒന്ന് വായിച്ചോ, 19-14 വെളിപ്പാട്. അതിനോട് ചേർത്ത് വായിക്കേണ്ടത് വെളിപ്പാട് 1:7, വെളിപ്പാട് 19:17, തിമോഥെയോസിന്റെ തെസലോനിക്ക ലേഖനം 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 13 എല്ലാം കൂടെ ചേർത്ത് വായിക്കണം. എല്ലാം വായിക്കാൻ നേരമില്ല. 19-11 വായിക്കും വെളിപ്പാട്. സ്വർഗത്തില് കണ്ണിക തുടങ്ങുന്നത് മുതൽ 1000 അനന്തര സ്വർഗം തുറന്നിരിക്കുന്നത്. പിന്നെ ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. വെള്ളക്കുതിര ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം, അത് ഓർത്തപ്പെടാം. ഇത് വായിച്ചോ. വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന പേര്. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. പിന്നെ
അഗ്നിജ്വാല, അവന്റെ കണ്ണ് അഗ്നിജ്വാല, പിന്നെ തലയിൽ അനേകം രാജമുടികൾ, ആ എഴുതിയിട്ടുള്ള ഒരു നാമം അവനുണ്ട്, ആ അതവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. ആ അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു, ആ. അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു. അപ്പൊ ഇതാരാ? ആ ഒരൊറ്റ പദം മതി തെളിയാൻ. അവന് ദൈവവചനമെന്ന് അത്ര ഉള്ളു, തെളിഞ്ഞല്ലോ. ആണെങ്കിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പൊ ഈ വെള്ളക്കുതിരപ്പുറത്ത് വരുന്ന, ഒന്നുകൂടെ വായിച്ചേ. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു, ഒരു വെള്ളക്കുതിര പ്രത്യക്ഷപ്പെട്ടു, അതിന്മേൽ ഇരിക്കുന്നവന് ആ വിശ്വസ്തനും വിശ്വസ്തൻ, സത്യവാനും എന്ന് പേർ. തെളിഞ്ഞല്ലോ. വിശ്വസ്തനും ആടെ വെളിപ്പാട് 3:14 വായിച്ചേ. 3:14 ഇത് മറക്കാതെ കണ്ട് വായിക്കണം. വെളിപ്പാട് 3:14. ലവോദിക്കയുടെ സഭയുടെ ദൂതൻ എഴുതുക, പിന്നെ വിശ്വസ്തനും സത്യവാനുമായ വിശ്വസ്തനും സത്യവാനുമായ സാക്ഷി, വിശ്വസ്തനും സത്യവാനുമായി സാക്ഷിയായ ആമേ എന്നവള് അരുളി ചെയ്യുന്നു. അപ്പൊ ഇത് തന്നെ 19:11 പറഞ്ഞിരിക്കുന്നത്. ഇനിയും 19:11 താഴോട്ട് വായിക്കാം. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടൊരു വെള്ളക്കുതിര പ്രത്യക്ഷമായി, അതിന്മേലിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. പിന്നെ അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. പിന്നെ അവന്റെ കണ്ണ് അഗ്നിജ്വാല, അനേക രാജമുടികൾ എഴുതിയിട്ടുള്ള ഒരു നാമം അവനുണ്ട്. അടുത്തത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അടുത്തത് അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന് പേർ ഇത് പറയുന്നു. നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തു. അവിടുത്തെ മഹത്വ പ്രത്യക്ഷത. അടുത്ത പാദം. സ്വർഗത്തിലെ സൈന്യം, ദൂതന്മാരല്ല, ദൂതന്മാരെന്ന സൈന്യമെന്ന് പ്രയോഗമുണ്ടെന്നേ ഉള്ളൂ. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം കൊടുക്കുമെന്നുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ ഇവിടെ എടുക്കപ്പെടുന്ന വിശുദ്ധന്മാര് സ്വർഗത്തിൽ ചെന്ന് ന്യായവിധി കഴിഞ്ഞ് പ്രതിഫലം വാങ്ങി, പ്രതിഫലത്തിന്റെ കൂടെ വസ്ത്രങ്ങൾ കിട്ടും, കല്യാണ വസ്ത്രമൊക്കെ ഉണ്ടല്ലോ, വസ്ത്രം കിട്ടും. അതെല്ലാം ധരിച്ച് ഇങ്ങോട്ട് വരുന്ന വരവാ ഈ കാണുന്നത്. ദൈവത്തിന്റെ മഹത്വം, വിശേഷ വസ്ത്രം. പിന്നെ വെള്ളക്കുതിരപ്പുറത്ത് കയറി, മൊത്തം വെള്ളയാ, അവനെ അനുഗമിച്ചു. ഇനിയോട്ട് എല്ലാ കുതിരയും എല്ലാ വെള്ളയും നല്ലതല്ല കേട്ടോ. വെള്ളയൊക്കെ കൊടുത്തോണ്ട് വേറെയും കക്ഷികളുണ്ട്, അതെല്ലാം ഒറ്റ കാറ്റഗറിയിൽ പെടുത്തരുത്. ഈ വെള്ളക്കുതിരയെ കണ്ടോണ്ട് കളയരുത്. വേറെ വെള്ളക്കുതിരയുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. വായിച്ചേ 6:1 വെളിപ്പാട് 6-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ചേ. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ 7 മുദ്രയാണല്ലോ മൊത്തത്തിലുള്ളത്. ആ പുസ്തകമാകുവാനും പുസ്തകത്തിന്റെ മുദ്ര പൊട്ടിക്കുവാൻ യോഗ്യനാരെന്നുള്ളത് ആമേൻ വെളിപ്പാട് പുസ്തകത്തിൽ ചോദിച്ചു. വെളിപ്പാട് പുസ്തകം 4-5 അധ്യായം വചനം പഠിക്കുന്നവർക്ക് അറിയാം. 4-5 അധ്യായം സ്വർഗത്തിലെ ആരാധനയാ. വെളിപ്പാട് 4-5 സ്വർഗത്തിലെ ആരാധനയാ. ഇങ്ങനെ പഠിക്കണം. 4-ാം അധ്യായത്തിൽ സ്രഷ്ടാവാകുന്ന ദൈവത്തെ ആരാധിക്കുന്നു. 5-ാം അധ്യായത്തിൽ വീണ്ടെടുപ്പുകാരനാകുന്ന യേശുവിനെ ആരാധിക്കുന്നു. 4:11 വായിച്ചേ ആദ്യം. കർത്താവേ നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ സ്രഷ്ടാവാകുന്ന ദൈവത്തിനെ ആരാധിക്കുന്നു. സൃഷ്ടിയെ ആരാധിക്കേണ്ടത് സ്രഷ്ടാവിനെയാ. മൃഗത്തെ ആരാധിക്കരുത്, മനുഷ്യനെ ആരാധിക്കരുത്, ജലജീവികളെയും കരജീവികളെയും ഇഴജാതികളെയും പറവജാതികളെയും ഒന്നും ആരാധിക്കരുത്. ദൂതനെ ആരാധിക്കരുത്, പ്രകൃതിയെ ആരാധിക്കരുത്, ചന്ദ്രനെ ആരാധിക്കരുത്, സൂര്യനെ ആരാധിക്കരുത്, കല്ലിനെ മരത്തിനെ ഒന്നും ആരാധിക്കരുത്, ഈ കാണുന്ന ഒന്നിനെ ആരാധിക്കരുത്, ഉപദേശമാരെ ആരാധിക്കരുത്, സെൻട്രൽ പാസ്റ്റർമാരെ ബഹുമാനിച്ചാൽ മതി. ആരാധിക്കരുത്. സഭയുടെ നേതാവിനെ ആരാധിക്കരുത്, പോപ്പിനെ ആരാധിക്കരുത്, മെത്രാനെ ആരാധിക്കരുത്, ഐമേനിയും തിരുമേനിയും ചെമ്മാച്ചനെ, അച്ഛനെ, കൊച്ചച്ഛനെയും ഒരുതരെ ആരാധിക്കരുത്. ആരാധിക്കേണ്ടത് ദൈവത്തെയാ. സർവശക്തനായ ദൈവം, അവിടുന്ന് മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. ഒന്നുകൂടെ വായിച്ചേ 4:11. 4:11 വായിരേ. കർത്താവേ നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ ദൈവത്തിന് മഹത്വം, ശക്തിയും കൈക്കൊള്ളുവാൻ നീ മാത്രമാണ് യോഗ്യൻ. 4-ാം അധ്യായത്തിൽ സൃഷ്ടിതാവാകുന്ന ദൈവത്തെ ആരാധിക്കുന്നു. 5-ാം അധ്യായത്തിൽ പുത്രനെ ആരാധിക്കുക. 5:9 വായിര്. 5:9 പുസ്തകം വാങ്ങുവാനും
അതിന്റെ മുദ്ര പൊട്ടിപ്പാൻ നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു അവിടുത്തെ രക്തം കൊണ്ട് സർവഗോത്രത്തിൽ നിന്നും പിന്നെ വിലക്ക് ദൈവത്തിനായി വിലക്കുവാൻ. ഇനി 12 കൂടെ ചേർത്തൊന്ന് വായിച്ചോ. 5:12. അവര് ചുമ്മാ വായും പൂട്ടിയിരിക്കല, അത്യുച്ചത്തിലാ. ചുമ്മാ കയ്യും കെട്ടി വായും പൂട്ടി ഞാനേ പാസ്റ്റർ സെൻട്രൽ പാസ്റ്റർ DP ഇവരുടെ കാര്യമല്ല. ഇവരെ എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാ. ഞാൻ ഓവർസിയറാ, സൂപ്രണ്ടാ, IPCയുടെ പ്രസിഡന്റാ, അസംബ്ലി സ്ക്വാഡിന്റെ സൂപ്രണ്ടാ, ഞാൻ അനീഷ് കാവാലമാ, കുന്തം. ഏടാ ദൈവത്തെ ആരാധിക്കണം. ഞാനിവിടുത്തെ വലിയ ധനാഢ്യനാ, ഞാൻ വലിയ ഇതൊന്നും ദൈവസന്നിധി ചെലവാകത്തില്ല. ചെറിയവനും വലിയവനും ഒരുപോലെ ദൈവത്തെ ആരാധിക്കണം. ആരാധനക്ക് യോഗ്യൻ നമ്മുടെ ദൈവമാ. കുഞ്ഞാടേ, നീ യോഗ്യൻ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നീയാണ് ആരാധനക്ക് യോഗ്യൻ. അതിനാ യോഗ്യൻ. ഒന്ന് അവിടെ അറുക്കപ്പെട്ടു, അതുകൊണ്ട് ആരാധനക്ക് യോഗ്യൻ. അറുക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എത്തുള്ളൂ. അറുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ രക്തം വീഴുകല്ലേ. അപ്പൊ പരിശുദ്ധ രക്തം ചൊരിഞ്ഞു. ഇവിടെ വന്ന മത നേതാക്കന്മാരും സാമുദായിക നേതാക്കന്മാരും സകല പുള്ളിക്കാരും സ്തോത്രം അവരവരും മരിച്ചു പോയെന്നല്ലാതെ മനുഷ്യവർഗത്തിന് വേണ്ടി രക്തം കൊടുത്ത ഒരുവനേ ഉള്ളൂ. അത് നസറയനാകുന്ന യേശു. അതുകൊണ്ട് അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യൻ. കുഞ്ഞാട്, നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. ദൈവം മാത്രമല്ല, വീണ്ടെടുത്തിരിക്കുക. ഞാൻ ഭാഗത്തേക്ക് എല്ലാം പോകുന്നില്ല. നിങ്ങൾക്ക് വചനത്തിലൊക്കെ തിട്ടമുള്ളവരാ. കർത്താവിന് അപ്പൊ 4-ാം അധ്യായത്തിൽ സൃഷ്ടിതാവാകുന്ന ദൈവത്തെ ആരാധിക്കുന്നു. 5-ാം അധ്യായത്തിൽ കുഞ്ഞാടിനെ ദൈവ കുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമത്. ദൈവ കുഞ്ഞാടവൻ യോഗ്യനെന്ന് ജയമെടു തോർന്നാം തുതിച്ചിടുമോ അതിനു ജയമെടു തോർന്നാം തുതിച്ചിടുമോ അതിനു യോഗ്യൻ ക്രിസ്തുപത്രേ. മാധുരരാഗവീരങ്ങളാലെ അവനെ പുകഴ്ത്തിയിടാതെ, മാധുരരാഗവീരങ്ങളാലെ അവനെ പുകഴ്ത്തിയിടാതെ. മറന്നു പോകരുത്. വന്ന വിഷയം വന്ന വഴി മറക്കരുത്. 19-ാം അധ്യായത്തിൽ വെള്ളക്കുതിരപ്പുറത്ത് യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നു. സ്വർഗത്തിലെ സൈന്യം വിശുദ്ധന്മാരാ, അവരും വെള്ളയൊക്കെ ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് ഒന്നിച്ചു വരുന്നു. കാണുന്ന വെള്ളക്കുതിരയല്ല യേശുവാന്ന് ധരിക്കരുതെന്ന് പറയാനാ ഈ വന്നത്. 4-ാം അധ്യായം സത്യതാവിനെ ആരാധിക്കുന്നു. 5-ാം അധ്യായം യേശു കർത്താവിനെ ആരാധിക്കുന്നു. അപ്പൊ 7 മുദ്ര. ആ മുദ്ര പൊട്ടിക്കുവാൻ ആരേലും ഉണ്ടോ എന്ന് ചോദിച്ചു. സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നവന്റെ അകയിൽ ഒരു പുസ്തകം, 7 മുദ്രയാൽ മുദ്രകിടപ്പെട്ട പുസ്തകം. പുസ്തകം വാങ്ങുവാനും പുസ്തകത്തിന്റെ മുദ്ര പൊട്ടിക്കാൻ ആരേലും ഉണ്ടോ എന്ന് ചോദിച്ചു. ആരുമില്ല. അപ്പോൾ യോഹന്നാൻ കരഞ്ഞപ്പോൾ ഊപ്പന്മാർ ഒരുത്തം പറഞ്ഞ്, കരയണ്ട, യഹൂദാ ഗോത്രത്തിന്റെ സിംഹവും ദാവീദിന്റെ പേരുമായവൻ പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും യോഗ്യൻ. ആ കുഞ്ഞാട് വന്ന് പുസ്തകം വാങ്ങി മുദ്ര പൊട്ടിച്ചു. 1-ാമത്തെ മുദ്ര 6-1 വൈര്. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. പിന്നെ അടുത്തത്, അപ്പോൾ ഞാനൊരു വെള്ളക്കുതിരയെ കണ്ടു. വേണ്ടൊരു വെള്ളക്കുതിര. അപ്പോൾ ഒരു വെള്ളക്കുതിരയെ കണ്ടു. ഞാനടുത്ത അമ്മാമ്മ കുതിരയെ കണ്ടു ആകെ പരിവക്കേടായെന്ന് വായിച്ചു. ഞാനൊരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്റെ മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. ഒരു വില്ലുണ്ട്. അവനൊരു കിരീടവും ലഭിച്ചു. ഇരുന്നോട്ടെ. പിന്നെ അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. ഇത് യേശുവാന്നും പറഞ്ഞ് കുതിരനെയും അതിന്റെ പുറത്തിരിക്കുന്നതിനെ എന്റെ ദൈവം എന്ന് കയറി വിളിക്കരുത്. അത് മറ്റവനാ, ദൈവത്തിന്. അതുകൊണ്ട് കാണുന്ന വെള്ളക്കുതിരയും കുതിരയുടെ പുറത്തിരിക്കുന്നവനല്ല. കുതിരയുടെ പുറത്ത് അവിടെ ഇരുന്നോട്ടെ, നമ്മളൊന്നും ചെയ്യണ്ട. ഒന്നും ചെയ്യുന്നില്ലല്ലോ. ആർക്കും ശല്യമില്ലാതെ ഒന്നും പിടി കിട്ടുന്നില്ല. ദൈവത്തിന് ഭാഗത്ത്. അപ്പൊ ഈ 19-ാം അധ്യായത്തിൽ വെള്ളക്കുതിര പുറത്ത് ഇരിക്കുന്നവന് സ്തോത്രം, നസ്രയനാകുന്ന യേശു. ദൈവത്തിന് മഹത്വം.
നമുക്ക് ആ ഭാഗം വിട്ടേക്കാൻ, വെറുതെ എന്തിനാ ഒരു അലോഗ്യം ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ യൂദ ചത്തു. യേശു അന്ത്യകൽപ്പന കൊടുത്തേച്ച് സ്വർഗത്തിലേക്ക് പോയി. ശിഷ്യന്മാര് നോക്കുന്നപ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ, ദൂതന്മാരാണ്. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. ദൈവത്തിന് നമുക്ക് നോക്കി നിൽക്കുക. ഞാൻ ഈ ഭാഗമൊക്കെ പ്രസംഗിക്കുമ്പോ എപ്പോഴും പറയുന്നതാണ്, മേളോട്ട് പോയ ആ കാഴ്ച ശൗമേൽ സാറ് കണ്ടതുപോലെ എഴുതി വെച്ചേക്കുന്നത്. ഏതാ? TK ശൗമേൽ സാറ് എലന്തൂര്. എനിക്കൊന്ന് പുള്ളിയും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നോ എന്ന് ഞാൻ അങ്ങ് ചിന്തിച്ചു. അത് കണ്ടതുപോലെ പുള്ളി എഴുതി വെച്ചിരിക്കുക. ഒല്ലി വന്നോതും മലയിൽ നിന്നും തിരുജനമരികിൽ നിൽക്കവേ, ഒലി വന്നോതും മലയിൽ നിന്നും തിരുജനമരികിൽ നിൽക്കവേ, ചരണമുയർന്നു ഗഗനേഗതനായി താതനരികിലമർന്നുതാ. ചരണമുയർന്നു ഗഗനേഗതനായി താതനരികിലമർന്നുതാ. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമാനീ സ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമ. ഇത്ര മകാനായി ഉത്തമനാകും ഒരുത്തനെ ഉലകിൽ കാണുമോ? ഇത്ര മകാനായി ഉത്തമനാകും ഒരുത്തനെ ഉലകിൽ കാണുമോ? എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമാനീ സ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമാനീ സ്തുലം. അപ്പൊ ശ്രദ്ധിക്കുക, അവിടുന്ന് സ്വർഗത്തിലേക്ക് പോയി. ശിഷ്യന്മാരെ ഒന്നിച്ചു കൂടി കേട്ട വാഗ്ദത്തത്തിനായി കാത്തിരിക്കുക, യെരൂശലേം വിട്ടുപോകാതെ. അങ്ങനെ ഇവര് കാത്തിരുന്നപ്പോൾ അപ്പോസ്തലന്മാര് പറഞ്ഞൊരു കാര്യം ചെയ്യേ, ഏതായാലും നമ്മളിരിക്കുക, ഒരുത്തൻ പരുവക്കേടായി പോയി, എനിക്കൊന്നാരും ചവടക്കിന് പോയില്ലെന്ന അടക്കാനൊന്നും കാണുകയല്ല, എല്ലാം കുറിച്ച്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അവനെ പോയെങ്കിലും നമുക്ക് വേറൊരു തന്നെ എടുക്കണം. 12-ാം തീയതി അതിന്റെ കോടം തികയെന്നെ. അപ്പൊ ഒരുത്തനെ എടുക്കണം. അപ്പൊ അപ്പോസ്തലന്മാരെല്ലാം കൂടി, അയ്യോ അങ്ങനെ എടുക്കാൻ നമുക്ക് പറ്റുമോ? എടുക്കാൻ അങ്ങനെ വലിയ വ്യവസ്ഥയുണ്ടോ? അപ്പൊ പത്രോസിയാട് പിന്നെ പത്രോസി വാക്യമുണ്ടെന്ന് പറഞ്ഞെടുക്കാൻ. ഒരാൾ ചോദിച്ചെന്നാ പറയുന്നത്, ഈ യൂമച്ചനോട് ചോദിച്ചെന്നാ പറയുന്നത്. അപ്പൊ എല്ലാ ജാതിക്കാരെയും പറ്റി വേറെ പുസ്തകത്തിൽ വാക്യമുണ്ട്. ആശാരി ഉണ്ട്, കൊല്ലൻ ഉണ്ട്, തട്ടാൻ ഉണ്ട്, ക്രിസ്ത്യാനി ഉണ്ട്, ജാതികള് ഉണ്ട്, പിന്നെ അമോന്യര്, ക്രിസ്ത്യര്, ഗിർഗേശി, അർവാനി, അമാദി, ഒത്തിരി ഉണ്ട്. അപ്പൊ ചോദിച്ചു, ഞങ്ങള് ഈഴവരെ പറ്റി വാക്യം ഉണ്ടോ എന്ന്. ഈഴവരെ പറ്റി ഒരു കുസൃതി ചോദ്യം. പുള്ളി പറഞ്ഞു, നിങ്ങളെ പറ്റി വാക്യം ഉണ്ടെന്ന് പറഞ്ഞു. അത് ഏതാന്ന് ചോദിച്ചു. അത് ഇന്നതാന്ന് പറഞ്ഞു. അത് ഞാൻ മൈക്കിൽ ഇപ്പൊ പറഞ്ഞു. നിങ്ങളെ പറ്റി സങ്കീർത്തനത്തിലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഓഫാക്കിയിട്ട് ഇവിടെ പറയാം. അവര് എന്തുവാണ് അത് ഒരാളും പിന്നെ പറഞ്ഞു തരും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതിനകത്തെല്ലാം ഉണ്ട്. പിന്നെ ഒരുത്തൻ ചോദിച്ചു, അപ്പച്ച ബാത്റൂമിൽ പോകാൻ ബാക്കി കൊണ്ടുവന്നു. ഉണ്ടടാ, ഭാര്യയും കൂടെ വേണമെന്ന് പറഞ്ഞു. ഏതിന് ഭാഗ്യവേദന ഇല്ലാത്ത. വേറൊരുത്തൻ ചോദിച്ചു, തൂങ്ങിച്ചാകാൻ ബാക്കിയുണ്ട്. പിന്നെ ഉണ്ട്, പക്ഷെ ഒരു കാര്യം എല്ലാം ക്രമീകരിച്ചേച്ച് വേണം പോയി. പിന്നെ അഗീതോബലന്റെ ആലോചന നടന്നില്ലെന്ന് കണ്ടപ്പോൾ വീട്ടിൽ ചെന്ന് വീട്ടുകാരുമെല്ലാം ക്രമപ്പെടുത്തിയിട്ട് കെട്ടിയാന്ന് അതിന് തൂങ്ങിച്ചാകാൻ പറ്റും. എന്നത്തിനാ ഇല്ലാത്ത വാക്ക്. അപ്പൊ അപ്പോസ്തലന്മാർ ഒന്നിച്ചു കൂടിയപ്പോ ചോദിച്ചു, പറഞ്ഞു, നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തനുണ്ടായിരുന്നു, അവനെ നാശകനായിരുന്നു, വഞ്ചകൻ, അവൻ ഒറ്റിക്കൊടുത്ത്, കരുണയില്ലാത്തവൻ കാശിന് വേണ്ടി നമ്മുടെ അരിമനാഥന് ഒറ്റിക്കൊടുത്തു.
ഒറ്റിക്കൊടുത്തിട്ട് കാശും അവന് ഗുണം വന്നില്ല. അതുകൊണ്ട് നിലം വാങ്ങി, അതും ഗുണം വന്നില്ല. അവനതെടുത്ത് പള്ളിക്ക് എറിഞ്ഞു കൊടുത്തു. അവൻ പള്ളിയിലോട്ട് എറിഞ്ഞു. പള്ളിക്കാർക്കും അത് വേണ്ട. അവൻ ഇവൻ പോയി കെട്ടിയാന്ന് തൂങ്ങിച്ച താഴെ വീണ് അത് ഒത്തില്ല, കുടലും എല്ലാം തുറച്ചും അവൻ നാശം പിടിച്ചവൻ പോയി. ഇങ്ങനൊരു ഫലമുണ്ട്. അവന്റെ സ്ഥലത്തേക്ക് പോയെന്ന, അവൻ പ്രത്യേക സ്ഥലത്തിൽ പോയെന്നാണ്, അവിടെ നിൽക്കട്ടെ. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, നമുക്ക് ആ സ്ഥാനത്തേക്ക് ഒരുത്തനെ തെരഞ്ഞെടുക്കണം. അപ്പോൾ അപ്പോസ്തലന്മാർ ഒന്നിച്ചു കൂടി വെച്ച് പറഞ്ഞു, അങ്ങനെ തെരഞ്ഞെടുക്കാൻ നമുക്ക് വ്യവസ്ഥയുണ്ടോ? സങ്കീർത്തനത്തിന് പ്രാധാന്യമുണ്ടെന്നായി പറഞ്ഞു വരുന്നേ. അപ്പോൾ വചനം പഠിച്ച അവൻ വചനം അറിയാൻ തിരുവെഴുത്തിനെ ശോധന ചെയ്ത് അപ്പോസ്തലൻ എഴുന്നേറ്റ് പറഞ്ഞു, ഉണ്ട്, അവന്റെ സ്ഥാനം മറ്റൊരുത്തനേക്കട്ടെ എന്ന് സങ്കീർത്തന പുസ്തകത്തിലുണ്ടെന്ന് പറഞ്ഞു. വായിച്ചോ അമ്മാമ്മ വായിച്ചോ. അപ്പോസ്തല പ്രവർത്തകരുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 12 മുതൽ വായിച്ചോ. അവർ യെരൂശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള പിന്നെ ഒലിവുമല വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങി. ഇവരെല്ലാം കൂടെ യെരൂശലേമിൽ മടങ്ങുമെന്ന് പാർത്ത മാളിക മുറിയിൽ ഇരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ ആരൊക്കെ കൂടി വന്നത് 15 മുതൽ 12 മുതൽ വായിച്ചു. ആരൊക്കെ ഉണ്ടെന്ന് അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. ഓടിച്ചു വായിരേ. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫായുടെ മകനായ യാക്കോബ്, അൽഫായിതനയൻ യാക്കോബും, യാക്കോബിൻ പ്രാതാവാതും യൂദ കറിയോത്തും. വേണ്ട, ഇത് വായിക്കും. എരിവുകാരനായ ശിമോൻ, പിന്നെ യാക്കോബിന്റെ മകനായ യൂദ. പിന്നെ ഇവരെല്ലാവരും, പിന്നെ യേശുവിന്റെ അമ്മയായ മറിയോടും അമ്മച്ചി ഉണ്ടായിരുന്നു. പിന്നെ അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു. ഇങ്ങനെ ഇവര് പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെഴുന്നേറ്റ് കാര്യമെല്ലാം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, മറ്റവൻ പോയി സ്ഥാനത്തേക്ക് ഒരുത്തനെ തിരഞ്ഞെടുക്കണം. ഇനി അതിന്റെ 18-ാം വാക്യം മുതൽ വായിരേ. അവൻ അനീതിയുടെ കൂലി കൊണ്ട്, യൂദായുടെ കാര്യമാണ്, അവൻ അനീതിയുടെ കൂലി കൊണ്ട് ഒരു നിലവും മേടിച്ച് തല കീഴായി വീണ്. ഒരു കാര്യം, ഇടയ്ക്ക് അനീതിയുടെ കൂലി കൊണ്ട് നീ ഒന്നും മേടിക്കരുത്. ഉണ്ടാക്കിയ നിനക്കും ശുഭമാകുകയില്ല, നിന്റെ സന്തതിക്കും ശുഭമാകുകയില്ല. ഒടുവിൽ വേവിച്ച നീ തൂങ്ങിച്ചാ നോക്കിയാ കയറും പൊട്ടും, നിന്റെ ചെറുകുടലും മൺകുടലും ആമാശുവും പിത്താശുവോ എന്തൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാൻ മേല. അടിച്ച് ദൈവം തകർക്കും. നീതിക്ക് നിരക്കാത്ത 1 രൂപ നിന്റെ കയ്യിലോ നിന്റെ കൂടാരത്തിലോ നിന്റെ അക്കൗണ്ടിലോ വരാൻ പാടില്ല. വന്നാൽ ചെറുകുടല് വൻകുടലിനെ തിന്നും, വൻകുടലും ചെറുകുടലും കൂടെ കുരുങ്ങും. അയറ്റിന്ന് പോകുകയല്ല. എനിക്കൂടെ ഉള്ളത് ഊതാ, നിങ്ങൾക്ക് മാത്രമല്ല. നിന്റെ കൈ വെടിപ്പായിരിക്കണം. സഹോദരങ്ങളെ ചതിച്ച് വസ്തു സമ്പാദിക്കരുത്. ചേട്ടനോ അനിയനോ എഴുത്തിക്കോ അനിയത്തിക്കോ പെങ്ങൾക്കോ കൊടുക്കാനുള്ള കൃത്യം നീ കള്ളയാധാരം ഉണ്ടാക്കരുതെന്ന്. സഭാമക്കളോടും ഇതൊക്കെ എല്ലാവരോടും ഇതാ പറയണേ. നിന്റെ കൈ വെടിപ്പായിരിക്കണം. വെടിപ്പുള്ള കൈയും കാശിച്ചിരി കുറഞ്ഞാ മതി, കാശ് വേണ്ട. കാശിൽ നിന്നൊരു കുഴപ്പമുള്ളല്ലോ, അല്ലാതെ കുഴപ്പം വരികയല്ലോ. ചിലപ്പം പറയുമായിരിക്കും, ഇത്രയും വർഷം ശുശ്രൂഷ ചെയ്തിട്ട് ഒന്നും സമ്പാദിച്ചില്ല, അതല്ലേ ഉള്ളൂ. അടിച്ചു മാറ്റിയെന്നാരും പറയുമല്ലോ, അതാ നല്ലത്. കൈ വെടിപ്പായിരിക്കണം. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും. ദൈവത്തിന് മഹത്വം. അനീതിയുടെ കൂലി ഇവൻ മറ്റുള്ളവന് ഒറ്റിക്കൊടുത്ത് ചതിച്ച് വഞ്ചിച്ച് കാലുവാരി കുതുകാലി വെട്ടി ടോർപ്പുട വെച്ച് പാര പണിത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ചോദിച്ചാനൊക്കെ മനസ്സിലാകുന്നില്ലേ? എത്ര കേസുകള് ബാധിച്ചു നിൽക്കും. ശാശ 21 ഇരുന്നാലൊന്നും പോകുകയല്ല. 7 കഠിനം ഇരിക്കുന്ന എന്തിനാ നീ കഞ്ഞിയും വെള്ളം കുടിക്കാതിരിക്കുന്നു? ഇരുമ്പോലൊക്കെ വിഴുങ്ങിയേച്ച് കൈവടിപ്പായിരിക്കണം. ഇവൻ അനീതിയുടെ കൂലി എല്ലാം വായിക്കാൻ നേരമില്ല. ഞാൻ അടങ്ങുക. വായി അമ്മ വായി.
അവൻ അനീതിയുടെ കൂലി കൊണ്ട് അവന് അനീതിയുടെ കൂലി കൊണ്ട് ഒരു നിലം മേടിച്ച് ആ വസ്തുവൊക്കെ മേടിച്ച് നമ്മൾ പറയും അയ്യോ ഈയിടെ പുള്ളി എഴുതിയെന്ന്. എങ്ങനെ എഴുതിയത്? റബ്ബർത്തോട്ടം മേടിച്ചു കേട്ടോ. ആണോ? ദൈവം അനുഗ്രഹിച്ച മിക്കാറും പുതിയ വണ്ടി എടുത്ത് കേട്ടോ. പുതിയ വീടുമൊക്കെ ഒന്നുകൂടെ പുതുക്കി. എപ്പോ ചെന്നാലും മിറ്റത്ത് ഒടുവിൽ ഇവൻ ഓടും. ഓടിയിട്ടേച്ചല്ല. നിനക്ക് ഓടിയില്ലെങ്കിലും ചിലപ്പോ ലാംബട്രായിരിക്കും. പണ്ടാ ലാംബട്ര. ശബ്ദമൊക്കെ വല്ലാതെ എന്നാലും കുഴപ്പമില്ല, അതിൽ പോയാൽ മതി. നല്ല സമാധാനം ഉണ്ടല്ലോ. ഓടിക്കാതിരുന്ന അവരാജൻ വെപ്രാളം കയറിയിരിക്കായി. അനീതിയുടെ കൂലി. അവൻ അനീതിയുടെ കൂലി കൊതിച്ച് ഒരു നിലം മേടിച്ചു ആണ്ടടക്കുന്ന സ്തോത്രം. നേരം ചൊവ്വനും വീഴാൻ പോലും. പണ്ടരച്ചാനുണ്ടെന്ന് പറമുണ്ടയാണ്, വെടിയുണ്ടയാണ്, തീയുണ്ടയാണെന്ന് പറഞ്ഞ് എടുത്തിയാടി പുള്ളി ഇതുപോലെ തന്നെ. അത് പിന്നെ ഞാൻ പറയാം, ഇതുവായിരുന്നു. തലകീഴായി വീണ് നടുവേ പിളർന്ന് അവന്റെ കുടലെല്ലാം തുറിച്ചുപോയി. അത് യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവരും ഇവൻ ഒറ്റിക്കൊടുത്തപ്പോൾ എല്ലാരും പറഞ്ഞു ബ്രദറെ കൊള്ളാം കേട്ടോ. അത് എവിടെ ബ്രദറിന്റെ വീട്? എന്റെ വീട് ഇസ്കറിയോത്ത. ഓ പേര് ഒരു ഇംഗ്ലീഷ് തെറ്റിയോ? അവിടെ ഇവൻ പറഞ്ഞു ഞാൻ പുള്ളിയുടെ കൂടെ 3.5 കൊല്ലം. എനിക്കറിയാം മുഴുവൻ കേസും പുള്ളിയുടെ മുഴുവൻ കേസും. പിന്നെ പുള്ളി മറിയയുടെ വീട്ടിൽ ചെന്ന കാര്യമൊന്നും ഞാനിപ്പം പൊതുവിൽ മറിയയുടെ ഇപ്പൊ മറ്റൊരു ചോദിച്ചു എന്നായിരുന്നു മറിയയുടെ വീട്ടിൽ പുള്ളി വൈകിട്ടൊക്കെ തങ്ങുമായിരുന്നു. അവിടെ തങ്ങിയിട്ട് എന്തേലും അതൊന്നും ഞാനിപ്പൊ പറയുന്നില്ല. മതി അങ്ങനെ ലാലുവിനൊരു ഊറിയ ചിരി വരുന്നേ മറിയയുടെ കാര്യം പറഞ്ഞപ്പോ. ദൈവത്തിന് മഹത്വം. ഈ ദൈവപുത്രനെ ആ ഒറ്റുന്നെന്ന് ഓർത്തമാണ്. എന്നെ ഇവരെയൊക്കെ ഒറ്റിയാൽ ദൈവം അങ്ങ് ക്ഷമിക്കും. നീ ദൈവപുത്രനെ ആ ഒറ്റുന്നെന്ന് ഓർക്കണം. ഇങ്ങനെ ഒറ്റി എല്ലാം ചെയ്തത് ഗുണം വന്നോ? ഇവൻ ഇത് ഗുണം വന്നോ? ഇപ്പം നിനക്ക് തോന്നും ഗുണം വരുമെന്ന്. നീ ഇതിന് ക്രമീകരണം വരുത്തിയില്ലെങ്കിൽ ഗുണം വരികയല്ല. ഇത് വേറെ പുസ്തകം വെച്ചോണ്ടായി പറയുന്നേ. ഇതിന് ക്രമീകരണം വരുത്തിയില്ലെങ്കിൽ ഗുണം വരികയില്ല. പോയി നീരാജനം ചെയ്യുന്ന പോലെ ഞാൻ പറയാ ഗുണം വരികയില്ല. ഇതെവിടെ അനീതിയുടെ കൂലി കൊതിച്ച് ഇവൻ നിലം വാങ്ങി. വൈരേ അത് യെരൂശലേമിൽ പാർക്കുന്ന അല്ലമ്മേ നിലം വാങ്ങിയെടുത്തോന്നൂടെ പറഞ്ഞു. അവൻ അനീതിയുടെ കൂലി കൊണ്ട് ഒരു നിലം മേടിച്ച് തലകീഴായി വീണ് നടുവേ പിളർന്ന് അവന്റെ കുടലെല്ലാം തുറിച്ചുപോയി. അത് യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവരും അറിഞ്ഞതാവുകൊണ്ട് എല്ലാരും അറിഞ്ഞ കേസാ. നിലത്തിന് അവരുടെ ഭാഷയിൽ രക്തനിലനർത്ഥമുള്ള പേരായി. പണ്ട് സ്കൂളിൽ പഠിച്ചതല്ലയോ? 4ാം ക്ലാസ്സിലാന്ന് തോന്നുന്നു. അതോടെ നിൽക്കട്ടെ, അടുത്ത വാക്യം വായിരേ. സങ്കീർത്തന പുസ്തകത്തിൽ വിഷയം. സങ്കീർത്തന പുസ്തകത്തിൽ ഇവന്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ. അവന്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, അതിലാരും പാർക്കാതിരിക്കട്ടെ. പിന്നെ അവന്റെ സ്ഥാനം മറ്റൊരുത്തനേൽക്കട്ടെ, അവന്റെ ഭാര്യ വിധവയായി തീരട്ടെ. അടുത്ത വാക്യം പൊതുവെ പറയാൻ എനിക്ക് പേടിയാ, പക്ഷെ എഴുതിയിരിക്കുന്നുണ്ട് അവന്റെ മക്കൾ തെണ്ടി നടക്കട്ടെ. നീ അനീതിയുടെ കൂലി കൊണ്ട് വല്ലോ ഉണ്ടാക്കിയാൽ നിന്റെ സന്തതി തെണ്ടുവന്നായി പറഞ്ഞത്. യോടി 109 സങ്കീർത്തനത്തിന്റെ 7 മുതൽ വായിച്ചാലോ വലിയമാമ ഇപ്പോഴും സംശയം ചിലർക്ക് ഇയാളെന്തിനാ തെണ്ടുന്ന കാര്യമെല്ലാം പറയുന്നെന്ന്. വായിര് പെട്ടെന്ന് വായിച്ചു. 109 7 മുതൽ വായിച്ചു.
അവനെ വിസ്തരിക്കുമ്പോൾ അവൻ കുറ്റക്കാരനും തെളിയട്ടെ. ഉമ്മയൊക്കെ കൊടുത്ത് കൊട്ടിയതാണല്ല. പിന്നെ അവന്റെ പ്രാർത്ഥന പാപമായി തീരട്ടെ. ഒന്നും മേളിലോട്ട് പോകുകയല്ല. ഈ ചൈത്തെല്ലാം ചെയ്ത് വെച്ചിരുന്ന് ഗ്ലോറി വിക്ടറി കാൽവറി എന്ന് പറഞ്ഞ് വടല് വെട്ടിച്ചാവല്ലോ. ഏക്കോ അടുത്ത വാക്യം വായിരേ. അവന്റെ നാളുകൾ ചുരുങ്ങിപ്പോകട്ടെ. ചുരുങ്ങിയല്ലോ, ഇനി എന്നാ ചുരുങ്ങാൻ? അവന്റെ സ്ഥാനം മറ്റൊരുത്തനേക്കട്ടെ. അവന്റെ മക്കൾ അനാഥരും അവന്റെ ഭാര്യ വിധവയുമായി തീരട്ടെ. അവന്റെ മക്കൾ അലഞ്ഞു തെണ്ടി നടക്കട്ടെ. മതിയല്ലോ, തെളിഞ്ഞല്ലോ. ഞാൻ മുമ്പേ പറഞ്ഞപ്പോ നിങ്ങളാണ് എന്നെ നോക്കുന്നത് തെണ്ടി എന്ന് പറഞ്ഞത്. അതാണ്ട് അവർ പുസ്തകത്തിൽ എഴുതിയ കാര്യമാണ്. ദൈവത്തിന് മകൻ. ഇനി വായിക്കാം അമ്മ, നമ്മുടെ വിഷയത്തിൽ വരാം. ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോസ്തലപ്രവൃത്തി അവന്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, അതിൽ ആരും പാർക്കാതിരിക്കട്ടെ എന്നും അവന്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുത്തന് ലഭിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നു. ആകയാൽ കർത്താവായ യേശു യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോകുന്ന കാലത്തെല്ലാം ഞങ്ങളോടുകൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോടുകൂടെ അവന്റെ പുനരുത്ഥാനത്തിന് സാക്ഷിയായി തീരണം. അങ്ങനെ അവർ ക്രിസ്തുസ് എന്ന് മറുപേരുള്ള ബർശബാ എന്ന യോസഫ് മത്തിയാസ് എന്നീ രണ്ടുപേരെ നിർത്തി. യോസേപ്പിനെ മത്തിയാസ് എന്ന് പറഞ്ഞ രണ്ടുപേരെ നിർത്തി. എന്നിട്ട് ചീട്ടിട്ടു. ദൈവത്തോട് പ്രാർത്ഥിച്ചു. ചീട്ട് ആർക്കാ വീണേ? ചീട്ട് മത്തിയാസിന് വീണു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് തിരഞ്ഞെടുപ്പിന്റെ രീതി. അല്ലാതെ നീ ഉള്ള നാട്ടുകാരെയെല്ലാം വിളിച്ച് ഗുണ്ടകളെ ഇറക്കി രാത്രി ഉറങ്ങിക്കിടക്കുന്നവനെയും തല്ലി എഴുന്നേപ്പിച്ച് ഹലോ ബേക്കുട്ടി ഞാനാ നിൽക്കുന്നത് എന്നാ വെച്ചാൽ ഇരിക്കേ, നീ എന്നെ ജയിപ്പിച്ച് ഓവർസിയർ ആക്കിയാൽ അല്ലെങ്കിൽ സൂപ്രണ്ട് ആക്കിയാൽ പ്രസിഡന്റ് ആക്കിയാൽ ടൗൺ സഭ തന്നെ നിനക്ക്. അവൻ പിന്നെ കൊടുവാളുമായിട്ട് അങ്ങ് ഇറങ്ങുക. ഒന്ന് മനസ്സിലാകാരിയാന്നോ എന്നെ പൊട്ടം കളിപ്പിക്കുകയാന്നോ? സൂത്രം കാണിച്ച് ചാക്കിട്ട്, നാടൻ ഭാഷ ചാക്കിട്ട് തന്ത്രം കാണിച്ച് കാശുമൊക്കെ പിള്ളേരുടെ ഭാഷ പറഞ്ഞ വീശി സ്ഥാനമാനമൊക്കെ എടുക്കുന്ന ഒത്തിരി പേരുണ്ട്. ഒടുവിൽ ഒരു പിടുത്തം വീടും നിന്നെ. സൂക്ഷം ദൈവം, ജീവനുള്ള ദൈവത്തിന്റെ കൈ വീടുന്നത്. ദൈവം ഒരുവനെ ഒരു സ്ഥാനത്താക്കുമെങ്കിൽ ന്യായമാകുമ്പോൾ ദൈവം നിന്നെ അവിടെ കൊണ്ടുവരും. നിനക്ക് വിരോധമായിട്ട് ആരായുധം ഉണ്ടാക്കി ലേക്കുകയില്ല. എന്തിനാ ദൂരോട്ട് വന്ന്? ഞാൻ എന്റെ കാര്യം തന്നെ പറയാം. ഒരാൾ എന്നോട് പറഞ്ഞു ഇനിയിപ്പം കൺവെൻഷൻ സ്റ്റേജിലൊന്നും വരികയല്ലെന്നാ. ഞാൻ പറഞ്ഞു ദൈവം അനുവദിക്കുന്നത് വരിക തന്നെ വരാം, വേണ്ടെങ്കിൽ നമ്മൾ തന്നെ പറയാണ്. സ്തോത്രം. വേറൊരാൾ എന്നോട് പറഞ്ഞു ഇനിയിപ്പോ അമേരിക്കയിൽ പോകാനൊക്കെ അല്ലല്ലോ. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല, പോകാന്നേ പോകാം, അല്ലേ ഇവിടെ എങ്ങാനും ഇരിക്കുക, അല്ല ഇവിടെ ഇരുത്തുമല്ലോ. അങ്ങനെ ഒത്തിരി കാര്യം പറഞ്ഞവരുണ്ട്. എല്ലാം ഞാൻ വിവരിക്കുന്നില്ല. അന്നും ഇന്നും ഇനി എന്നും എനിക്കൊരൊറ്റ ആയുധം പോലും മുട്ടയിലിരിക്കും. മറുപടി പറയാൻ പോകത്തില്ല, എതിർക്കാൻ പോകത്തില്ല, ഉതയ്ക്കാൻ പോകത്തില്ല, ഒട്ടക്കാൻ പോകത്തില്ല, കേസിന് പോകുകയല്ല. അന്ത്യം വരെ അങ്ങനെ നിൽക്കണമെന്ന പിന്നെ ഒറ്റ കാര്യം ചെയ്യും, ഇരുന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവർ മുടിഞ്ഞു പോകാനല്ല. ദൈവമേ അവന് നല്ല ബുദ്ധി കൊടുത്ത് അവൻ നന്നായിട്ട് തിരിച്ചു വരണം, അതിനാ പ്രാർത്ഥിക്കുന്നത്. ഇതാ നമ്മുടെ പ്രമാണം അതാ. അപ്പൊ ഞാനൊരു കാര്യം അനുഭവത്തിൽ നിന്നും പറയാം. നിനക്ക് വിരോധമായി, എനിക്ക് വിരോധമായി, അഭിഷക്തന്മാർക്ക് വിരോധമായി ആര് തന്ത്രങ്ങൾ മെനഞ്ഞാലും അതൊന്നും ഏക്കുകയല്ലെന്ന്. ദൈവം നിന്നെ ഉയർത്തേണ്ട സമയത്ത് ദൈവം നിന്നെ ഉയർത്തും. ദൈവം നിന്നെ ആക്കേണ്ട സമയത്ത് ദൈവം നിന്നെ ആക്കും. അത് ദൈവത്തിന്റെ വിശ്വസ്തതയാണ്.